ഇന്ന് അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ കറി റെഡിയാക്കിയെടുക്കാം. അതിനായി ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു കഷ്ണം പട്ട, 3 കറിയാമ്പൂ, 3 ഏലക്കായ ഇട്ട് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സബോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് കളർ ചേഞ്ച് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 4 പച്ചമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വറ്റി വരുമ്പോൾ അതിലേക്ക് 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ വാഷ് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മീഡിയം വലുപ്പത്തിൽ വേണം ചിക്കൻ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ലോ ഫ്ലെയിമിൽ വേണം സ്റ്റവ് വെച്ച് കൊടുക്കാൻ. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ചിക്കനിൽ നിന്ന് ഏകദേശം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ചാറൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒരു കുഴമ്പ് രൂപത്തിലായിരിക്കണം നമ്മുടെ ചിക്കൻ കറി. ചപ്പാത്തി, ഇടിയപ്പം, ചോറ്, നെയ്ച്ചോറ് എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ഗരം മസാല മുകളിൽ ഇട്ട് കൊടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക്